ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആനന്ദ ചിന്മയ ഹരി ഗോപികാരമണ, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നുന്നതാണഖിലം ഞാനിതെന്ന വഴി, തോന്നേണമേ വരദ നാരായണായ നമഃ. ആനന്ദ ചിന്മയ, ആനന്ദവും ബോധവും സ്വരൂപമായിട്ടുള്ള അല്ലെ ആനന്ദസ്വരൂപനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ. പിന്നെ ഗോപികാരമണ, ഗോപികമാരെ എല്ലാം തന്നെ രമിപ്പിക്കുന്ന അല്ലയോ ഭഗവാനെ. ഞാനെന്ന ഭാവമതു, ഞാൻ എന്ന ഭാവം, അതായത് ഞാൻ എന്നുള്ള അഹങ്കാരഭാവം എന്താണ്? ഞാൻ ഞാൻ എന്നിങ്ങനെയുള്ള അഹങ്കാരഭാവം എന്താണ്? ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. ഒരിക്കലും ഞാനെന്നുള്ള അഹങ്കാരഭാവം എനിക്കൊരിക്കലും തോന്നരുത്. ഈ ലോകത്തിൽ പല പല വ്യവഹാരങ്ങൾ ഏർപ്പെടുമ്പോൾ ഞാൻ എന്ന് ചിന്തിച്ച് എനിക്ക് അഹങ്കാരം എൻ്റെ മനസ്സിൽ ഉണ്ടാവരുത്, തോന്നാൻ ഇടവരരുത്. ഇനി തോന്നുന്നതാകിലോ, ഇനി ഞാൻ എന്നുള്ള ബോധം എന്നിൽ തോന്നുകയാണെങ്കിൽ, ഞാൻ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. അല്ലയോ വരങ്ങളെയെല്ലാം നൽകുന്ന, അനുഗ്രഹങ്ങളെല്ലാം നൽകുന്ന ഭഗവാനെ, ഇനി ഞാൻ എന്നുള്ള ബോധം അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഭാവം എനിക്ക് തോന്നുകയാണെങ്കിൽ എന്താണ് തോന്നേണ്ടത്? ഞാൻ എന്നുള്ള ബോധമാണ് വേണ്ടത്. അതായത് അഖിലം, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഞാനാണ് എന്നുള്ള ബോധമാണ് എനിക്കുണ്ടാകേണ്ടത്. അത് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആരാണ്? ഭഗവാനാണ്. അപ്പോൾ അഖിലം ഭഗവാനാണ് എന്നുള്ള തോന്നലാണ് എനിക്ക് വേണ്ടത്. തോന്നുന്നതാണ് അഖിലം ഞാനിതെന്ന വഴി. ഇനി ഞാനെന്ന ഭാവം തോന്നുകയാണെങ്കിൽ അഖിലം ഞാനാണ് എന്നുള്ള ബോധമാണ് അല്ലയോ വരങ്ങളെ നൽകുന്ന വരദ, അനുഗ്രഹങ്ങളെ നൽകുന്ന ഭഗവാനെ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. വരദ നാരായണായ നമഃ. എന്ത് വരം നിരവും തരാൻ കഴിവുള്ള ഭഗവാനെ, നാരായണ അങ്ങേക്ക് നമസ്കാരം. അപ്പം എന്താണ് പറയുന്നത്? സർവപ്രപഞ്ചത്തിലും ആനന്ദം വാരി വിതറുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അല്ലേ? ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ. ആനന്ദം വാരി വിതറിക്കൊണ്ട്, സന്തോഷം വാരി വിതറിക്കൊണ്ട് ഗോപികമാരെ എല്ലാം രമിപ്പിക്കുന്ന അല്ലയോ ഭഗവാനെ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ. ഈ പ്രപഞ്ചത്തിൽ ഞാനെന്ന ഭാവം ഒരിക്കലും എനിക്ക് തോന്നരുത്. ഞാനെന്നുള്ള അഹങ്കാരഭാവം, ഇവിടെ ശ്രദ്ധിക്കുക, ഞാനെന്ന ഭാവം അഹങ്കാരഭാവം കേട്ടോ. ഞാനെന്ന അഹങ്കാരഭാവം തോന്നരുത്. ഇനി അഥവാ തോന്നുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ്. അപ്പം ഞാനും ഭഗവാനും രണ്ടല്ല, ഞാനും ഭഗവാനും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ് എന്നുള്ള ബോധം എനിക്ക് അല്ലയോ ഭഗവാനെ, വരദ, വരങ്ങളെയെല്ലാം അനുഗ്രഹങ്ങളെയെല്ലാം നൽകുന്ന ഭഗവാനെ, എനിക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണ് എന്നുള്ള ബോധമാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഹരിനാരായണായ നമഃ. അല്ലയോ നാരായണ അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും അഹങ്കാരം തോന്നരുത്. എന്താണ് തോന്നേണ്ടത്? ഭഗവാനാണ് അഖിലം, ഈശ്വരനാണ് അഖിലം എന്നുള്ള ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് പറയുന്നത്.